ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അതിനായിട്ട് ഒരു 2 കിലോ ചിക്കൻ ഒരിടത്തരം പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കഴുകി നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഒരു ഇടത്തരം പീസ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുരുമുളക് ചതച്ചതാണ് കേട്ടോ, അധികം പൊടിയല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരെണ്ണം. നന്നായി ഒന്ന് തിരുമ്പി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാല ഒക്കെ പുരട്ടി നന്നായി ഒന്ന് പിടിക്കാനാണ്, ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു ടീസ്പൂണ് ഉപ്പ് നന്നായി ഒന്ന് തിരുമ്പി മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് മുരിച്ചെടുക്കുക. 2 മിനിറ്റ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. കഷ്ണങ്ങളൊന്നും ഉടയാതിരിക്കാനാണ് 2 മിനിറ്റ്. ഒന്ന് അല്ലാതെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മറിച്ചിടുക. 2 മിനിറ്റ് കഴിഞ്ഞാലൊന്ന് മറിച്ചിടുക. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കണവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഞാൻ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. 2 ഭാഗം അതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ, കരിഞ്ഞൊന്നും പോകില്ല. 2 മിനിറ്റ് മതി. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് പോവാണ്ട് ഒന്ന് കിട്ടും. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാനോട് എടുത്തിട്ടുണ്ട്. അധികം ഓയിലൊന്നും ഒഴിക്കണ്ട, ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ആദ്യത്തെ ട്രിപ്പ് അതിൻ്റെ അടുത്ത ട്രിപ്പ് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുക. 2 മിനിറ്റ് വേവിക്കുക. അങ്ങനെ 2-3 ട്രിപ്പായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. വെന്തിട്ടൊന്നുമില്ല, പുറം ഭാഗം മാത്രം ഒരു മുരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പൊട്ടിയൊന്നും പോവില്ല കഷ്ണങ്ങളൊന്നും. പിന്നെ ഒരു ഉരുളിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില നന്നായി ഒന്ന് ആ പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ ഒരു 6 സബോള നല്ല തിന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുക. ഒരു 6 സബോള നന്നായി ചെറുതായി തിന്നായിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് തന്നെ വാടി കിട്ടാനാണ്. അതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. പിന്നെ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി, എല്ലാതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ അതിലൊക്കെ ഇട്ട കാരണം നോക്കിയിട്ട് ബാക്കി പിന്നെ ഇടാം. നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് 2 പച്ചമുളക് കീറിയിടുക. 2 പച്ചമുളക്. ഇതിൽ ചുവന്ന മുളകും പൊടി ഒന്നും ഇടുന്നില്ല, വെറും കുരുമുളക് പൊടിയാണ്. പിന്നെ ഈ 2 പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഒന്ന് വാടി വരണം, നന്നായി ഒന്ന് വാടി വരണം. നന്നായി ഒന്ന് വാടട്ടെ. ചെറിയ തീയിലൊന്നിട്ടിട്ട് മൂടി വെച്ചിട്ടൊന്നൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതാക്കിയ പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും. പിന്നെ ഒരു 4 മീഡിയം സൈസ് തക്കാളി, 4-5 തക്കാളി, ചെറുതാണെന്നുവെച്ചെങ്കിൽ ഒരു 5 എണ്ണം തക്കാളി
നന്നായി ഒന്ന് ഒരു 6 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നല്ലോണം വഴഞ്ഞ് വന്നതിൻ്റെ ശേഷം സബോള ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ചതച്ചത് ഒക്കെ കൂടിയിട്ടിട്ട് നന്നായി ഇളക്കുക. നന്നായി എല്ലാ മസാലയും അതിൻ്റെ പച്ചമണം മാറുന്ന വരെ എല്ലാതും നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉരുളിയിൽ നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റുക. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിഞ്ഞു പോവില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, മസാലയൊക്കെ എല്ലാത്തിലും പിടിക്കാൻ. 10-20 മിനിറ്റ് കൊണ്ട് മസാലയൊക്കെ ഇറച്ചിയൊക്കെ വേവും. നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. നന്നായി ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം, ചൂടുവെള്ളം, 240 ml കപ്പില്ലേ, അതിൽ മെഷറിംഗ് കപ്പിൽ അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നന്നായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്തുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറച്ച് റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം. വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പികളൊക്കെയാണ്, കാറ്ററിംഗ് റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ ഞാനതൊക്കെ ചെയ്യാറുണ്ട് ഓർഡർ പ്രകാരം. അസ്സലാമു അലൈക്കും.